ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ക്രിസ്തുമസിൻ്റെ ആധ്യാത്മികതയും എന്താണെന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. പ്രത്യേകിച്ച് ക്രിസ്മസിന് ഒരുക്കമായ ആഗമന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരമുള്ള ചിന്തകൾ നമുക്ക് പൂർവാധികം സഹായകരമാണ്. യെശയ്യാ പ്രവചനം 58-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് തന്നെ ദൈവം പങ്കുവച്ചതിൻ്റെ ദിനമാണ് ക്രിസ്തുമസ്. ദൈവം നമ്മളോട് ക്ഷമിച്ചതിൻ്റെ, ദൈവം മനുഷ്യകുലത്തോട് കരുണ കാണിച്ചതിൻ്റെ തിരുനാളാണ് ക്രിസ്തുമസ്. എങ്കിൽ ആ ക്രിസ്മസിൻ്റെ ആധ്യാത്മികത നമ്മളിൽ ഉണർത്തേണ്ടതും പങ്കുവെക്കലിൻ്റെ, അല്ലാതെ കീശ വീർപ്പിക്കലിൻ്റെയോ ഉപവാസമെടുത്ത് ക്ഷീണിച്ചും മെലിഞ്ഞും കഷ്ടപ്പെട്ടും നടക്കുന്ന ഒരു ആധ്യാത്മികതയാണോ? അല്ല. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ, യെശയ്യാ 58:9, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. 10-ാമത്തെ വാക്യം പറയുന്നു, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുക. വെറുതെ ഭക്ഷണം കൊടുത്താൽ പോരാ. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നല്ല കാര്യം ഉപേക്ഷിക്കുന്നത് കൂടെയാണ് ഉപവാസം. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കലല്ല. ഇനി ഉപേക്ഷിച്ചിട്ട് കീശ വീർപ്പിക്കാൻ വേണ്ടിയുള്ള സേവിങ്സ് അല്ല ഉപവാസം എന്ന് പറയുന്നത്. ഇതാ ഉപവസിക്കുക, ദൈവത്തിൻ്റെ കൂടെ വസിക്കുക. ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മളായിരിക്കേണ്ടത് അതാണ് ഉപവാസം എന്ന് പറഞ്ഞു. ഉപവസിക്കുകയും മാനസാന്തരത്തിൻ്റെ ഫലം, മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുക. ഇത് ഒരു ധ്യാനം കൂടി 89-ൽ അല്ലെങ്കിൽ 2000-ൽ ഉണ്ടായി എന്ന് പറയുന്ന കാര്യമല്ല. മാനസാന്തരം എന്നത് ജീവിതകാലം മുഴുവൻ അനുദിനം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥ. ആയിരിക്കേണ്ട അവസ്ഥ എന്താണ്? ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. അതായത് സ്നേഹത്തിന് ഉതകുന്ന പരിഹാര, ഉപവി, പ്രായശ്ചിത്ത, മാനസാന്തര ഫലങ്ങൾ, പ്രവൃത്തികൾ പുറപ്പെടുവിക്കുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-22 വാക്യത്തിൽ പറയുന്നുണ്ട് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്: സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയും ഇദൃശ്യമായ ഗുണങ്ങളുമാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോൾ മർദ്ദനവും കുറ്റാരോപണവും എല്ലാം ദൂരെ അകറ്റണം. പിന്നെ എന്ത് വേണം? ദുർഭാഷണം ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. ഇത് കഴിയുമ്പോൾ തുടങ്ങാമെന്നല്ല. ഇനി മദ്യപാനോ പുകവലിയോ ഏതെങ്കിലും ദുശീലങ്ങളോ അമിത ആഡംബര ഭ്രമമോ ജീവിത വ്യഗ്രതയോ സുഖലോലുപതയോ ഒക്കെ ഉണ്ടെങ്കിൽ ജഡം ഇതിനെല്ലാം വേണ്ടി എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കും. ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ 34 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളുവിൻ. ആ ദിവസം മാത്രമല്ല, ഇന്ന് പലരും കെണികളിൽ പെട്ടിരിക്കുന്നത് മായയായ ലോകത്തിൽ പരക്കം പാഞ്ഞ്. നമ്മൾ ആത്മസന്തോഷം എന്ന പാട്ട് പാടുമ്പോൾ പാടും, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ്റെ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടാം. ആത്മസന്തോഷം, അതായത് ലോകത്തിൻ്റെ മായ, പഞ്ചേന്ദ്രിയങ്ങളുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, പഞ്ചേന്ദ്രിയങ്ങളുടെ ആ സുഖ സുഷുപ്തിയുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ. അപ്പോൾ ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് വികാര വിചാരങ്ങളെ വിവേചിച്ചുകൊണ്ട് ആത്മസംയമനത്തിലും
പ്രായശ്ചിത്ത പരിഹാര പ്രവൃത്തികളിലും ദൈവം തന്നെ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് മനുഷ്യകുലത്തിൻ്റെ മോചനത്തിനു വേണ്ടി തന്നെ സറണ്ടർ ചെയ്ത് പാപപരിഹാര ബലിയായി തീർന്നതുപോലെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഈ പങ്കുവെക്കലിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്ന് വരണം. നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, വിശക്കുന്നവനുമായി നിൻ്റെ അപ്പം പങ്കിടുക, നഗ്നനുമായി നിൻ്റെ വസ്ത്രവും, മിച്ചമുള്ളത് ദാനം ചെയ്യുക, ദാനം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അപ്പം മിച്ചമുള്ളത് കൂട്ടി വെക്കാനല്ല, എന്ത് ചെയ്യണം? മിച്ചമുള്ളത് പങ്കുവെക്കണം. നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ചീത്തയായ നമുക്കൊട്ടും പറ്റാത്ത കാര്യമല്ല, നമുക്ക് ഉപയോഗയോഗ്യമായതും എന്നാൽ മിച്ചമുള്ളതാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് തയ്യാറാകണം. വീണ്ടും ക്രിസ്മസ് പറഞ്ഞു തരുന്ന ഒരു സന്ദേശം അതാണ്, ഈ പങ്കുവെക്കൽ. സുഭാഷിതം 11:25 പറയുന്നുണ്ട്, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും, വെള്ളം കൊടുത്താൽ വെള്ളം കിട്ടും, ഭക്ഷണം കൊടുത്താൽ ഭക്ഷണം കിട്ടും. ഇത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. എന്താണോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഉദാരമായി ദാനം ചെയ്യുന്നവൻ എങ്ങനെ ദാനം ചെയ്യണം? ഉദാരമായിട്ട് ചെയ്യുക. കണക്കുകൾ പറഞ്ഞുകൊണ്ടാ അല്ലെങ്കിൽ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാ ചോദ്യം ചെയ്താൽ ഇഷ്ടമില്ലാതെ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഉദാരമായിട്ട് ചെയ്യണം. അത് നമ്മുടെ കടമയാണ്, അല്ലാതെ നമ്മുടെ അഹങ്കാരവും അധികാരവുമാണെന്നുള്ള മട്ടിലല്ല, എളിമയോടുകൂടി ദൈവത്തിന് കൊടുക്കുന്നതാണെന്നുള്ള മനോഭാവത്തോടെ കൊടുക്കാൻ സാധിക്കും. ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. ഒരിക്കൽ ഒരപ്പൻ ഒരു കുട്ടിയുടെ കയ്യിൽ, മകൻ്റെ കയ്യിൽ 100 രൂപ കൊടുത്തിട്ട് അത് സൂക്ഷിച്ച് വെച്ചോളാനായിട്ട് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒരു ദിവസം അപ്പൻ മകനോട് ചോദിച്ചു, നീ അന്ന് ഞാൻ തന്ന ആ 100 രൂപ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ പാവങ്ങളെ സഹായിക്കുമ്പോൾ ദൈവത്തിനാണ് കടം കൊടുക്കുന്നത് എന്ന്. അതുകൊണ്ട് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ കരയുന്നത് കണ്ടപ്പോൾ ആ 100 രൂപ ഞാൻ അവന് കടം കൊടുത്തു എന്ന്. അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വായിൽ വന്നത് മുഴുവൻ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യമൊക്കെ ശമിച്ചപ്പോൾ വീണ്ടും ഒരു 100 രൂപ അവന് കൊടുത്തു. അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കുട്ടി പറഞ്ഞു, ഇതാ പാവങ്ങൾക്ക് കടം കൊടുക്കുന്നവർ ദൈവത്തിന് തന്നെയാണ് കടം കൊടുക്കുന്നത് എന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പനിലൂടെ എനിക്ക് അത് തിരിച്ചു തന്നല്ലോ എന്ന്. അപ്പോൾ ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ ഒരു കഥയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ പല മടങ്ങ് ദൈവം തരും. കൊടുക്കുന്നതിന് നമ്മൾ കണക്കും ന്യായവും തർക്കമൊന്നും പറയേണ്ട കാര്യമില്ല. എന്തോരം കാര്യങ്ങൾ നമ്മൾ ടാക്സായിട്ട്, കറണ്ട് കാശായിട്ട്, കരമായിട്ട്, തൊഴിൽ നികുതിയായിട്ട്, കേസിന്, വക്കീലിന്, ഡോക്ടറിന് ഒക്കെ നമ്മൾ കൊടുത്തേ പറ്റൂ. ഡോക്ടറിനും വക്കീലിനൊക്കെ കൊടുക്കുന്നതിന് ഫീസ് എന്ന് പറയും, അല്ലേ? അപ്പോൾ അതിന് കണക്കൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇതാ ഏതൊരു നന്മ പ്രവൃത്തികളും കണക്ക് വെക്കാതെ ഉദാരമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. സുഭാഷിതം 19:17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. നേരത്തെ ആ കൊച്ചു പറഞ്ഞ അതേ വാക്കാണ് കഥയിൽ പറഞ്ഞ. പ്രഭാഷകൻ 3:30 പറയുന്നുണ്ട്, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞതാ, എടോ ഷൈജു ബ്രദറെ, എനിക്ക് സമയമുണ്ടാകുന്ന വെച്ചാൽ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അയാളുടെ ഒരനുഭവം പങ്കുവച്ചു. അദ്ദേഹം വളരെ സമ്പന്നനാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് കയറി വന്നതാണ്. പക്ഷേ കാറും 2 വീലറും വാഹനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അന്നൊരു ദിവസം എന്തോ ഒരു ആവശ്യത്തിന് വീട്ടിൽ നിന്ന് 2 വീലറും എടുത്ത് വൈറ്റില ജംഗ്ഷൻ വഴി പോകുമ്പോൾ ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ 2 വീലർ നിശേഷം തകർന്നു പോയി. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. കൂടിയവരെല്ലാം ചോദിക്കുന്നത് ഇത് ഓടിച്ച ആൾ രക്ഷപ്പെട്ടോ എന്ന്. എന്നാൽ ആ തിരക്കിനിടക്ക് ആളൊരുപാട് കൂടി, ഒരു ജംഗ്ഷനല്ലേ. അപ്പോൾ ഇദ്ദേഹം ആ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ഇദ്ദേഹം നിൽപ്പുണ്ട്. പലരും വന്നപ്പോൾ തന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ആദ്യം വന്നവർ ഭാവിച്ചു, പിന്നെ വന്നവർക്ക് ഈ ആളാരാണെന്ന് പോലും അറിയില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ വണ്ടി കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്ന ആൾ ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ, ഒടിഞ്ഞു നുറുങ്ങിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ കൈവക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, എനിക്കൊരു പോറൽ പോലും
ഏറ്റിട്ടില്ല എന്ന്. അതായത് ആ വണ്ടിയിൽ തട്ടിയപ്പോൾ തന്നെ തട്ടിത്തെറിച്ച് പോയത് കൊണ്ട്, പക്ഷെ ഒരു പോറൽ പോലും ദൈവം സഹായിച്ച് വന്നില്ല. അല്ലെങ്കിൽ റോട്ടിൽ ഉരച്ചില്ലെങ്കിലും ഉണ്ടാകണ്ടേ എന്ന് മാത്രമല്ല, ഈ വണ്ടി ഇടിച്ച ആൾ ഇൻഷുറൻസിനൊന്നും പോകണ്ട, അയാൾ തന്നെ അതിൻ്റെ മുഴുവൻ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞതല്ല. അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു, ദൈവം എന്ത് വലിയ കരുണയാണ് കാണിച്ചത്, എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടില്ലേ. അതുപോലെ അദ്ദേഹം നല്ല സാമ്പത്തികമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിട്ടയച്ചു. പിന്നീട് അദ്ദേഹം സാവകാശത്തിൽ ആ വണ്ടി പണിയാനായിട്ടൊക്കെ കൊടുത്തു. ഒന്നുമില്ല പണിയാനെന്ന് പറയാൻ, ഒരു അന്നത്തെ കണക്കിന് 10-25,000 രൂപ പണി വന്നു എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നല്ലൊരു തുക, ഏകദേശം ഒരു വണ്ടിയുടെ പകുതി വിലയിലധികം തുക വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ചിലവാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നു ബ്രദറെ, ഞാൻ പറയാം, ഈ ദാനധർമ്മവും ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സുള്ള, അങ്ങനെ ചെയ്യുന്ന എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് സംഭവിച്ചല്ലോ എന്നല്ല പറഞ്ഞത്, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി, എനിക്കൊരു പോറൽ പോലും ഒരു അംഗഭംഗം പോലും വന്നില്ല. ഇത് തീർച്ചയായിട്ടും ദൈവം ചെയ്യാനിടയാക്കിയ ദാനധർമ്മത്തിൻ്റെയും പരിഹാര പ്രവൃത്തികളെയും, ഞാൻ പ്രഭാഷണം 3:30 പറയുന്ന പോലെ, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനും മാത്രമല്ല ആപത്തിനും പരിഹാരമാണെന്ന് ഉള്ള ഒരു അനുഭവമാണ്. പ്രഭാഷകൻ 7:10 പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വന്ന ദമ്പതികളുടെ കാര്യം ഓർക്കുകയാണ്. ദൈവവചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതാ പങ്കുവെക്കലിൻ്റെ ആ മഹത്വം, ദശാംശം കൊടുക്കുന്നതിൻ്റെ മഹത്വമൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജീവിത രീതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൽ പരാതി പറഞ്ഞിരുന്നവർ പങ്കുവെക്കുന്ന സ്നേഹത്തിലേക്കും ദശാംശങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതിലേക്ക് കടന്നു വന്നു. വർഷങ്ങളൊട്ടനവധി കഴിഞ്ഞെങ്കിലും ആ ചിന്തയെ അവർ മാറിപ്പോയി എന്ന് മാത്രമല്ല, ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. എനിക്ക് നേരിട്ടറിയാവുന്ന അനുഭവമാണ്. എൻ്റെ അപ്പം പറയാറുള്ള കാര്യം ഇതാണ്, ഈ കുഞ്ഞുങ്ങളില്ലാത്ത പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പച്ചൻ മരിച്ചിട്ട് 20 വർഷമായി. പക്ഷേ മരിക്കുന്നത് പോലെ 15 വർഷം ഒരു മുഴുവൻ സമയ ഈ കുട്ടികളൊക്കെ ഇല്ലാതെ വരുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ വിഷമിക്കുന്നവർ നല്ലോണം കൈയഴിഞ്ഞ് ദാനധർമ്മവും പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്താൽ അവരെ കെട്ടഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ വചനം എഴുതുന്നു, ഇത്ര പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലുന്നു, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. അത് ചെയ്തോട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ കൈയഴിഞ്ഞ് മനസ്സറിഞ്ഞ് പിശുക്ക് വിചാരിക്കാതെ പ്രായശ്ചിത്ത പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതായിട്ട് നമ്മളിവിടെ വചനത്തിൽ തന്നെ കേട്ടില്ലേ. അവിടുന്ന് അവരുടെ പ്രാർത്ഥന, യേശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ പറയുന്നത് തന്നെ, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അതെന്ന് പറഞ്ഞാൽ അതാണ് ഉപവാസം. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. ഇനി വല്ല തടസ്സമോ ബ്ലോക്കോ കൗണ്ട് കുറവോ മുഴയോ PCOD അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ആ ഒരു മേഖല മാത്രമല്ല, ഈ സൗഖ്യം പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാത്ത ഏത് കാര്യത്തിനാണെങ്കിലും അത് നീ വേഗം സുഖം പ്രാപിക്കാനിടയാകും. നിൻ്റെ നീതി നിൻ്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപിലും. അതായത് മുൻപിലും എന്ന് പറഞ്ഞാൽ എല്ലാം ആയി. VIP-കൾക്ക് മുമ്പിലും പിന്നിലും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവരെല്ലാ വിധത്തിലും കവർ ചെയ്തപ്പെട്ടു. അതുപോലെ തന്നെയാണ്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. കൂട്ടത്തിൽ മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും മറ്റുള്ളവരെ പീഡിപ്പിച്ചും മുറിപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയും കൊണ്ടിരിക്കാതെ എല്ലാവരും തന്നെ ചെയ്യട്ടെ എന്നറിയാതെ അറിഞ്ഞു കണ്ട് ഓരോ കാര്യങ്ങളിലും നമുക്കും വിഷമവും ബുദ്ധിമുട്ടും ഇല്ലായ്മ ഉണ്ടെങ്കിലും സാധിക്കുന്ന രീതിയിൽ ത്യാഗങ്ങളും സഹനവും നന്മ പ്രവൃത്തികളും ഏറ്റെടുക്കുക. ചെയ്താൽ നിൻ്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിൻ്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ ആകും. വീണ്ടും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും,
ഒരു പാട്ടില്ലേ പീറ്റർ ചെറാലൂരിൻ്റെ. അപ്പോൾ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഈ രോഗം എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് ഫലം കാണാത്ത അവസ്ഥക്ക് മാറ്റം ഉണ്ടാകും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവും പോലെയാകും നീ. വീണ്ടും യെശയ്യാപ്രവചനം 58:6 മുതൽ ഇങ്ങനെ താഴേക്കാണ്. ഇപ്പോൾ 12ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. നിൻ്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾ കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. പൂർവികരെയും പാരമ്പര്യത്തിനെയും പറഞ്ഞും കുറ്റം പറഞ്ഞും അപ്പൻ എന്തുണ്ടാക്കി അമ്മ എന്തുണ്ടാക്കി വീട്ടുകാരൊന്നും തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഇതാ നിനക്ക് നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കാൻ, പുതുക്കി പണിയാനുള്ള കൃപ നേടിയെടുക്കാനുള്ള വഴികളും വരുമാന മാർഗങ്ങളും ദൈവം തന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. തലമുറകളായിട്ട് വന്ന നഷ്ടശിഷ്ടങ്ങൾ മാറിപ്പോകും. അപ്പം ഇതിൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ക്രിസ്മസ് നാളിൽ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്ന യെശയ്യാ 58:6 മുതൽ 12 വരെയുള്ള ഈ വാക്യങ്ങൾ 24-ാം തീയതി ക്രിസ്മസ് വരെ സാധിക്കുന്നതുപോലെ വായിച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, നോയമ്പാചരിക്കുന്നു, അത് കഴിയുമ്പോൾ താറാവിനെ കൊന്ന്, പശുവിനെ കൊന്ന്, ആടിനെ കൊന്ന്, കോഴീനെ കൊന്ന് അവസാനം ഉണ്ണീശോനെയും കൊല്ലണ അവസ്ഥയിലോട്ട് ഉള്ള വെള്ളവും കള്ളും എല്ലാം വലിച്ചു കയറ്റി ക്രിസ്മസ് എല്ലാം കൊണ്ടും അത്രയും ദിവസം പുറത്താക്കിയ പിശാചിനെ മുഴുവൻ വീട്ടിൽ കയറ്റുന്നതായി തീരരുത്. അപ്പം നിലനിൽക്കുന്ന ഒരു ക്രിസ്മസ് അനുഭവമായിട്ട് മാറണം. പ്രഭാഷണം 29:12 ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്ന് അത് രക്ഷിക്കും. ഇതിന് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു മേഖലയുമില്ല. കാരണം അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ വർക്ക് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നത് എന്താ? ഏതെങ്കിലും അത്യാവശ്യമോ അത്യാപത്തോ രോഗമോ പ്രതിസന്ധിയോ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ എല്ലാ തിന്മകളിൽ നിന്ന് അത് സംരക്ഷിക്കുക. എവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് കാര്യത്തിന് വേണ്ടിയും ഈ ദാനധർമ്മ പരിഹാര പ്രവൃത്തികൾ ഒരു സഹായകരമായി തീരും. പിന്നെ പ്രഭാഷണം 29-20 പറയുന്നുണ്ട്, കഴിവിനൊത്ത് അയൽക്കാരനെ സഹായിക്കുക, വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് പങ്കുവച്ച ഒരു സങ്കടം ഇതാണ്. 89 ലക്ഷം രൂപ അടുത്ത് മറ്റുള്ളവരുടെ കയ്യിൽ ആയിപ്പോയി, കെണിയിലായി കിടക്കുന്ന അവസ്ഥ. ഇനി കള്ളപ്പലിശയൊക്കെ ആണെങ്കിൽ അത് ചെയ്യരുതെന്ന് തന്നെ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ 1 കോടി രൂപ ഞങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുക്കാണ്ട്, പക്ഷേ ഞങ്ങളുടെ 89 ലക്ഷം രൂപ ഇപ്പോൾ വേറെയുള്ള ആളുകളുടെ കയ്യിൽ കുടുങ്ങിപ്പോയി, ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ കഴിവിനൊത്ത് അയൽക്കാരെ സഹായിക്കുക. ഇല്ലെങ്കിൽ നീന്തലറിയാത്തവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കിയാൽ അവനും കൂടെ മുങ്ങിപ്പോവും. അതുകൊണ്ട് നമ്മുടെ വരുമാനവും വഴികളും അനുസരിച്ച് മാത്രം ചിലവഴിക്കുക. അല്ലാതെ കഴിവും എല്ലാം അവസ്ഥയെല്ലാം മറന്നിട്ട് സ്വയം മറന്ന് സ്വന്തം കുടുംബത്തെ മറന്ന് സാമ്പത്തികങ്ങൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. സഹായിക്കണം, കടം കൊടുക്കണം, ദാനാർമ്മം ചെയ്യണം, ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചോദിക്കുന്നിടത്ത് മുഴുവൻ ഉള്ളതിൽ കൂടുതൽ പൊങ്ങച്ചം കാണിക്കാനോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് ചിലവഴിച്ചാലോ വലിയ പാടാണ്. അതുകൊണ്ട് തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, 1-ാം അധ്യായത്തിൽ 4 തരം ദശാംശങ്ങൾ: സഭക്ക് കൊടുക്കുന്നതും, പാവപ്പെട്ടവരെ സഹായിക്കുന്നതും, അയൽവാസികളെ സഹായിക്കുന്നതും, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ സ്വന്തത്തിലും പെട്ടവരെ സഹായിക്കുന്നതിനെക്കുറിച്ചെല്ലാം അവിടെ പറയുന്നുണ്ട്. ഇനി അവസാനമായിട്ട് റോമ 13:7 ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. കാശും ദശാംശവും നേർച്ചയും പൈസയും ചോറും ഉടുപ്പും മാത്രം കൊടുക്കുന്നതല്ല ഉപവാസം. ഇതാ അവനവൻ്റെ കുടുംബത്തിലും സ്വന്തത്തിലും ബന്ധത്തിലുള്ളവരെ കണ്ടാൽ മിണ്ടാനും ഒന്ന് ചിരിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ഒന്ന് കൂടെ നിർത്താനും ഒരാശ്വാസവാക്ക് പറയാനും ഒന്ന് വിളിക്കാനും ഒന്ന് അന്വേഷിക്കാനും. ചിലയിടത്തൊക്കെ കയറിയിട്ട് തന്നെ നാളുകളെ അതിന് പല കൊമ്പുകളുണ്ടായിരിക്കും. ചിലർ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന പലരും വരാതായിരിക്കുന്നതും മുഖം കറുപ്പിച്ചിട്ടും നമ്മൾ അവരെ അകറ്റി നിർത്തിയിട്ടോ. അപ്പം ഇങ്ങനെയുള്ള കെട്ടുകളൊക്കെ അഴിയണം. കൂടപ്പിറപ്പങ്ങളെ, രക്തബന്ധത്തെ, ജീവിത പങ്കാളിയെ, മക്കളെ, അയൽവാസികളെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. ആരെങ്കിലോടൊക്കെ വഴക്ക, വാശ, വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റാതെ ദാനധർമ്മവും പരിഹാരവും ദശാംശവും മാത്രം പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ? അതൊരു അഭിനയവും വേഷം കെട്ടും ആയിപ്പോവും, നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവം
ഇതാ മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ ഇങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ഒരു എങ്ങനെ ജീവിച്ച് ദൈവം മനുഷ്യനായി അവതരിച്ചത് മനുഷ്യന് ദൈവത്തോളം ഉയരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. യോഹന്നാൻ 10:35 ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ അവിടുന്ന് ദൈവങ്ങളെന്ന് വിളിച്ചു. അതുകൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ആഗമന കാലത്ത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തി, ചിലരൊക്കെ അർത്ഥ കൈക്കോലും ഉപ്പ് തേക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നവരും ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, നന്ദിയില്ലാത്ത വർഗം, നേരത്തെ ഉണ്ടായ പല അനുഭവങ്ങളും ആയിരിക്കാം. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചതും കരുണ കാണിച്ചതും മനുഷ്യാവതാരം ചെയ്തതും നമ്മുടെ നന്ദിയും കൃതജ്ഞതയും നോക്കിയല്ല. ഇതുപോലെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ഓരോ മനുഷ്യനും ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടാനുള്ള ആ വിളി തിരിച്ചറിയുക. വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് സമയം കാണിക്കാനാണ്, അല്ലാതെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വാച്ചുകളുണ്ട്. ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് സമയം കാണിക്കുന്നില്ല എങ്കിൽ ആ വാച്ചിനെ കുറിച്ചുള്ള ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാകുകയില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കാനാണ്. ദൈവം സ്നേഹമാണ്. അതുപോലെ ആ സ്നേഹത്തിൽ വളരാനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പങ്കുവെക്കലിൻ്റെ ആ മഹത്വം നമുക്ക് തിരിച്ചറിയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.